ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടോന്ന് അറിഞ്ഞൂടെ, എങ്കിലും നമ്മുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. എങ്കിലും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും. അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങാൻ ഉള്ള റീസൺ എല്ലാവർക്കും അറിയാലോ. നമുക്ക് ആൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഡ്രീം റൈഡർ 280 എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചാനൽ ഏകദേശം 4-5 വർഷമായി ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 4 വർഷമായിട്ട് ചാനൽ ആക്റ്റീവായിട്ട് പോവാണ്. 4 വർഷമായിട്ടും പോവാണ്. നമുക്ക് റവന്യൂ ഒക്കെ വന്നപ്പോൾ ഒരു വർഷം എടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഇടയ്ക്ക് അത്യാവശ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരാഴ്ച മുമ്പ് നമ്മുടെ ചാനലിൽ കുറച്ച് പ്രൊമോഷണൽ ഇഷ്യൂസൊക്കെ കാരണം യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ടെർമിനേഷൻ പെർമനന്റ് ആണോ എന്ന് അറിയില്ല, എങ്കിലും ഒരു 3 മാസത്തേക്ക് ഉണ്ടാവുന്നതാണ് ലാസ്റ്റ്. അതായത് ഒരു സെക്കൻഡ് സ്ട്രൈക്കിലെ മെയിലിൽ വന്നത്. അടുത്ത സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ 3 മാസത്തേക്ക് പെർമനന്റ് റിമൂവ് എന്നാണ് പറഞ്ഞിട്ട് വന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ലാസ്റ്റ് വന്ന മെയിലിൽ പെർമനന്റ് റിമൂവ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പ്രതീക്ഷയില്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല, അത് അപ്പീൽ ചെയ്യാനാണ് നമുക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അപ്പീൽ ചെയ്തിട്ട് 2 ദിവസത്തിനുള്ളിൽ അവർ അതിന്റെ മറുപടി തരും. അതായത് പറ്റുമോ, മുന്നോട്ട് റിക്കവർ ആവുമോ ഇല്ല എന്നുള്ളത് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റിക്കവർ ആവില്ല എന്നെങ്കിലും ഒരു മെയിൽ പ്രതീക്ഷിച്ചു. അഥവാ ചിലപ്പോഴെങ്കിലും അതിന്റെ ആ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ എപ്പോഴും റെഡിയാവും. പക്ഷെ ഒരു തരത്തിലുള്ള ഒരു മറുപടിയും കിട്ടിയില്ല കേട്ടോ. അതെന്താണോ നമ്മുടെ അപ്ലൈ ചെയ്തതിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. അപ്പൊ ഒന്നുകൂടെയൊക്കെ ഞാൻ എന്തായാലും നമുക്കിപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ ചാനൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടാൻ ശ്രമിക്കുക. കാരണം ഒരു ചാനലൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്. എനിക്ക് ഏകദേശം നമ്മൾ ചാനൽ ടെർമിനേറ്റ് ആകുന്ന സമയത്ത് ഏകദേശം 3,42,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 4 വർഷത്തെ കഷ്ടപ്പാട് മാത്രമല്ല, ആ ഒരു ലെവലിൽ 4 വർഷം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഇതിനേക്കാളും എത്തുന്നവരുണ്ട്, ഈ ചിലപ്പോൾ ഇതിനൊക്കെ താഴെ എത്തുന്ന ആൾക്കാരുണ്ട്. അതായത് സബ് കൂടാതെ അല്ലെങ്കിൽ കടന്ന് ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ട്രഗിളിങ് അവർക്കറിയാം എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ലെവലിലോട്ട് എത്തുന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ ഒരു ശ്രദ്ധക്കുറവോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഞാനാണ് ചാനൽ ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു തെറ്റുകൾ കൊണ്ടായിരിക്കും എന്തായാലും നമ്മുടെ ചാനൽ നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ആൾറെഡി സെക്കൻഡ് ചാനൽ ഉണ്ട്. അത് നമ്മുടെ ചാനൽ തുടങ്ങി ഒരു 1 ലക്ഷം സബ് അതിൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സെക്കൻഡ് ചാനൽ ഡ്രീം ലവർ 280 എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പതുക്കെ വീഡിയോ ഇട്ട് അപ്പോൾ അതിൽ ഏകദേശം 1,07,000 സബ് ഉണ്ട്. പക്ഷെ ചാനലിൽ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാത്തത് കൊണ്ടും പിന്നെ ചാനൽ ആക്റ്റീവ് അല്ല. നമ്മളിടുന്ന വീഡിയോസൊക്കെ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഒന്നും കിട്ടാറില്ല. കാരണം 1 ലക്ഷം സബുള്ള ചാനൽ ഏകദേശം 3K 4K ആണ് വ്യൂസ് വരുന്നത്. അപ്പോൾ ആ ചാനൽ തന്നെയാണ് മാക്സിമം ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാൻ നോക്കുന്നുണ്ട്. എങ്കിലും ഒരു ബാക്കപ്പ് ചാനലുകൾ അല്ലെങ്കിൽ മെയിൻ ചാനലായിട്ട് ചിലപ്പോൾ സപ്പോസ് നമുക്ക് ആ ഒരു ചാനൽ 3 മാസം കഴിഞ്ഞ് വന്നില്ലെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു 3 മാസം നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പുതിയൊരു ചാനൽ തുടങ്ങിയത്. അപ്പം നമ്മുടെ വ്യൂവേഴ്സൊക്കെ മാക്സിമം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, ഇപ്പോൾ വ്യൂവേഴ്സിൽ പലതരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്. എങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ പറ്റുമെങ്കിൽ അവസരം വരെ കാണുക. കാരണം നമുക്ക് ആദ്യത്തെ ഇത് മോണിറ്റൈസേഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ, ഇതിൽ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ചാനൽ ഞാൻ ഒരു ചാനൽ ചിന്നൊരു ചാനലാണ് നോക്കുന്നത്, സെക്കൻഡ് ചാനൽ ചിഹ്നമാണ് നോക്കുന്നത്. പക്ഷെ ഇപ്പൊ ഫസ്റ്റ് ചാനൽ അതായെന്നേ ഉള്ളൂ. അങ്ങനെ ചിഹ്നം അധികം വീഡിയോ ഒന്നും ചെയ്യില്ല. എങ്കിലും എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ മെയിനായിട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. പിന്നെ പക്ഷെ മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ 1000 സബ് 4000 വാച്ച് അവർ വേണം. അപ്പോൾ വാച്ച് ടൈം കിട്ടണമെങ്കിൽ നമ്മൾ വീഡിയോ അവസാനം വരെ കാണുക, അല്ലെങ്കിൽ വരുന്ന വീഡിയോസിനൊക്കെയുള്ള വ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതിൽ പറ്റുന്ന പോലെ നല്ല വീഡിയോസ് ചെയ്യണമെന്നാണ് ഒരു ആഗ്രഹം. അപ്പം എങ്കിൽ കുറച്ച് വീഡിയോസിലൊക്കെ മോണിറ്റൈസേഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ചാനൽ വെരിഫൈ ആകാൻ 2 ദിവസം കൊണ്ട് ചാനൽ വെരിഫൈ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചാനലിന്റെ പേര് ഡ്രീം റൈഡർ 280 ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ മെയിൻ ചാനലിൽ ഡ്രീം റൈഡർ 280 എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ അതുപോലത്തെ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്, ഫാമിലി വീഡിയോസ് ആണ് ചെയ്യുന്നത്, കിച്ചൺ വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കമന്റ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ആ ഒരു ചാനലിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും മാറ്റാൻ ആഗ്രഹമില്ല. കാരണം ഞാൻ അപ്പോഴേ ട്രാവൽ തുടങ്ങിയ മുതൽ ഇട്ടൊരു പേരായതുകൊണ്ട് മാറ്റിയില്ല. ഇതിലിപ്പോൾ നമ്മൾ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതൊരു പ്രശ്നം വേണ്ട എന്ന് കരുതിയിട്ടാണ് ഇട്ടിട്ടുള്ളത്.
അപ്പൊ പിന്നെ മാത്രമല്ല ഇപ്പൊ സിനുവിന്റെ ചേച്ചി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ. നമ്മൾ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് പോയപ്പോൾ നമ്മൾ എന്തായാലും ഒന്നിച്ചൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടു. എനിക്ക് തോന്നുന്നു ഇന്നലെ 4000 വാച്ച് ടൈം ആയി, മോണിറ്റൈസേഷൻ കിട്ടി. അതൊക്കെ ഇനി വരുള്ളൂ. അപ്പൊ അതിപ്പോ പെട്ടെന്നൊക്കെ കിട്ടിയത്. അപ്പൊ ആ ഒരു തുടക്കവും അടിപൊളിയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പെട്ടെന്നൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആ ഒരു കാര്യം ഇതിലൂടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. മോണിറ്റൈസ് അത് അവളെ ഡീറ്റെയിൽ ഒക്കെ അവളെ ചാനലിൽ അനൗൺസ് ചെയ്യും, പൊന്നുവിന്റെ. പിന്നെ അപ്പോൾ എൻ്റെ ചാനലിലൊക്കെ തുടക്കം മുതലേ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എൻ്റെ മെയിൻ ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു ആ ഒരു ടൈം വന്നത്. സബ്സ്ക്രൈബേഴ്സ്, പക്ഷേ എനിക്ക് വ്യൂസിൻ്റെ ഒക്കെ കുറച്ച് ഇഷ്യൂസ് കാരണം മോണിറ്റൈസേഷൻ ആ ഒരുപാട് സമയം എടുത്തു, 6 മാസം വരെ എടുത്തു. പക്ഷെ ഇപ്പോഴും ആ ഒരു ഇതില്ല. കാരണം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് എന്നെയൊക്കെ മോണിറ്റൈസേഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ നമ്മള് പൊടിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ സെക്കൻഡ് ചാനലാണ് പ്ലാൻ ചെയ്തത്. അതിൽ മോണിറ്റൈസേഷൻ കിട്ടിയതുകൊണ്ട് നമുക്ക് റവന്യൂ ഒക്കെ കണ്ടിന്യൂ വന്നോളും. അപ്പോൾ ഇതിൽ ആയിക്കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം ഇതിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നിട്ട് അതിനനുസരിച്ചുള്ള വ്യൂസ് ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം വേണ്ട നമുക്ക്. അതായത് ഒരു 10,000 സബ് ഉണ്ടെങ്കിൽ ഒരു 5000 വ്യൂസ് ആണെങ്കിൽ അതിൽ ഹാപ്പിയാണ്. കാരണം 50% ആൾക്കാർ കാണുന്നുണ്ട്, ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ് ആണ് എന്നുള്ളൊരു ഇതുകൂടെ ഉണ്ട്. പിന്നെ ചാനൽ പോയാലൊക്കെ ഒരുപാട് വിഷമമൊക്കെയാണ്. പിന്നെ ഒരു പുതിയ ചാനൽ തുടങ്ങുമെങ്കിൽ അതൊന്നും പറഞ്ഞ് ഷോ അടിക്കുന്നില്ല എന്നേ ഉള്ളൂ. കാരണം അത്രയും നമ്മൾ എഫേർട്ട് ഇട്ടിട്ടാണ് തുടങ്ങിയത്. നമ്മുടേതായ തെറ്റാണെങ്കിൽ പോയി നമ്മളങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യില്ലല്ലോ. കാരണം നമ്മൾ 4 വർഷമായിട്ട് യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ചെറുതാണെങ്കിലും എല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്, ഇൻകം ആയാലും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചാനലിൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു ചാനലിൽ ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് പിന്നെ അടിപൊളിയാക്കുന്നത്. ചാനൽ ഇതിനിടയ്ക്ക് ഇങ്ങനെ റിക്കവർ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടിരിക്കും. എന്തെങ്കിലും പതുക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും മെയിൻ ചാനൽ. ഇനി നമ്മൾ ഡ്രീം വൈഡ് ക്രീസ് ഫാമിലി എന്നുള്ള ചാനലുമായിട്ട് മുന്നോട്ട് പോകും. സെക്കൻഡ് ചാനൽ, അതായത് ഇപ്പോൾ ഫസ്റ്റ് ചാനലായിരിക്കും ഡ്രീം ലവ് പറ്റുക സീരിയൽ. സിനിമ അങ്ങനെ വീഡിയോസ് ചെയ്യാതിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഇത് ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് വ്യൂസ് ഒട്ടുമില്ല. നമ്മൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഇട്ട് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പേര് വന്ന് കാണുമെന്നല്ലാതെ നമ്മൾ ചെയ്യുന്ന ആ ഒരു വീഡിയോ മെനക്കെട്ട് ചെയ്തിടുന്നതിന്റെ റിസൾട്ട് ഒന്നും അതിലില്ല. പിന്നെ എന്താണ് സിനിമ പറഞ്ഞു സൈലന്റ് ആയിട്ടിരിക്കും. പറഞ്ഞോ ഇതിൽ ചാനലൊക്കെ തുടങ്ങി എന്റെ അഭിപ്രായം പറയും. ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഉഷാറായിട്ടൊക്കെ നിൽക്കണം. അതല്ലേ പറയാൻ പറഞ്ഞു, പറയുന്നില്ല. അതിനിടയ്ക്ക് പറയണ ഇത് പറഞ്ഞു. അല്ല, എനിക്കും ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു തരുന്നേ അറിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞും ചെയ്തു. എന്തോ ക്രോം ഒക്കെ കയറി മെസ്സേജ്. അപ്പൊ ഞാൻ വിചാരിച്ച അവരുടെ ചാനലിൽ ക്രോമില് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ക്രോമിൽ നമുക്ക് ആ ചാനലിൽ കിട്ടിയാൽ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് കാണാൻ പറ്റിയാൽ മാത്രമല്ലേ നമുക്കത് എന്തെങ്കിലും ഗുണമുള്ളൂ. മാത്രമല്ല എനിക്കത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് നമ്മുടെ കഴിഞ്ഞ മാസത്തെ റവന്യൂ ഒക്കെ ബ്രേക്ക് ആയി പോയി. ഇനി അത് കിട്ടോ ഇല്ല ഒന്നും അറിഞ്ഞൂടാ ചാനൽ പോയതുകൊണ്ട്. അപ്പോ എനിക്ക് വീഡിയോ ഇടാന്നല്ല അതിനെ കുറിച്ച് ക്രോം കയറി അവരോട് സ്റ്റാർട്ട് ചെയ്യണത് അതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിഞ്ഞൂടാ. എല്ലാം അനുവട്ടം തന്നെയാണ്. മാക്സിമം റിക്കവർ ചെയ്തെടുക്കാൻ കുറെ ഞാൻ ശ്രമിച്ചു. ഇനി കുറച്ചുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കണം. ആർക്കും എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളോട് പറയണം. ഇതിനെ കുറിച്ച് ആർക്കും കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ. അപ്പൊ എല്ലാരും നമ്മുടെ ചാനലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ പറയാനുള്ളൂ. പറ്റുന്ന പോലെ വീഡിയോസ് ഇതിലും അതിലും നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അല്ല ഇവിടെ എനിക്ക് മറ്റേ ചാനലിൽ എനിക്ക് അങ്ങനെ ചിന്നുന്റെ ചാനലിൽ അങ്ങനെ വീഡിയോ ഇടാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. മെയിൻ ചാനൽ ഉള്ളപ്പോൾ എനിക്ക് അതിൽ വിട്ടിട്ട്, അതായത് ഒരു വീഡിയോ എക്സ്ട്രാ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലിടുമ്പോൾ ഒരു ഓക്കെ ഫീലാണ്. ഇപ്പൊ അതിനായിട്ട് ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എന്താ ഒരു മെയിൻ ചാനലിൽ ഇല്ലാത്തത് കൊണ്ടൊരു ഒരു പാർട്ട് പോയ പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ചാനലിൽ നമ്മൾ മോണിറ്റൈസേഷൻ ആവുന്നത് വരെയാണെങ്കിൽ പോലും ഞാൻ അതിനേക്കാളും ഒരുപാട് കഷ്ടപ്പെട്ട മോണിറ്റൈസേഷൻ കിട്ടാൻ. നമ്മൾ
എന്താ പറയുക, ഫ്രണ്ട്സൊക്കെ ഒരുപാട് ബ്രോഡ്കാസ്റ്റ് ചെയ്തത്, ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയച്ചു കൊടുത്തത്. അന്ന് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലല്ലോ. ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് വലിയ സപ്പോർട്ടൊന്നും കിട്ടില്ല. ടിക്ടോക്കിലൊക്കെ അങ്ങനെ ലിങ്ക് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചാനലിന്റെ പേര് പിന്നെ യാത്ര പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മല്ലു ട്രാവലർ ഷാക്കിർ ബ്രോ ഒക്കെ പറഞ്ഞ് പേര് മാറുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞു. നീ അത് മാത്രമല്ല, അത് പക്ഷെ എനിക്ക് അപ്പോഴതൊരു നിരസമായിട്ട് തോന്നിയെങ്കിൽ പിന്നെ അത് നല്ലതാണെന്ന് തോന്നി. കാരണം നമുക്ക് പിന്നെ കാശ്മീർ യാത്ര മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നെ ഡ്രീം റൈഡർ എന്നിട്ട് പിന്നെ 280 നമ്മുടെ വണ്ടിയുടെ ബൈക്കിന്റെ കാറിന്റെ ഒക്കെ നമ്പറാണ്. അത് ബൈക്കിന്റെ നമ്പറാണ്, പിന്നെ യൂട്യൂബിന്റെ നമ്പറായി, പിന്നെ കാറിന്റെ നമ്പറായി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചാനൽ ഉഷാറാവാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പഴയ ചാനലിനെ പോലെ തന്നെ അടിപൊളിയായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. ശരി, എന്തായാലും ബൈ.